നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ ജന്മത്തില് ചേച്ചി എന്റെ അമ്മയായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് സ്വന്തം എന്ന് പറയാൻ എന്റെ അമ്മയും അപ്പനും മാത്രമേ ഉള്ളൂ. പണ്ട് തൊട്ടേ എനിക്ക് എന്റെ അമ്മയെ വലിയ ഇഷ്ടം. വേറെ ആരോടും അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടുമില്ല. പക്ഷെ ഇപ്പൊ ചേച്ചിയെ കണ്ടു, ചേച്ചിയോട് സംസാരിച്ചു, കൂടുതൽ അടുത്തു. ഇപ്പൊ എനിക്ക് എന്റെ അമ്മയോട് തോന്നുന്ന ആ സ്നേഹം ചേച്ചിയോട് തോന്നുന്നു. ഓ, കഴിഞ്ഞ ജന്മത്തിൽ അമ്മയായിരുന്ന ചേച്ചി ഈ ജന്മത്തിൽ ചേച്ചിയായി വന്നു. ശരി, ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചോളാം. അപ്പോ ചേച്ചിയോ അനുജത്തിയോ അനുജനോ ആരും ഇല്ലാത്ത എനിക്ക് ദേവു ചേച്ചി എന്റെ സ്വന്തം ചേച്ചിയാ. സമ്മതിച്ചു. ഞാൻ മോഷണം നിർത്തി ചേച്ചി. അന്ന് ചേച്ചി പറഞ്ഞില്ലേ, അതിനുശേഷം ഞാൻ മോഷണത്തിന് ഇറങ്ങിയിട്ടേയില്ല. അങ്ങനെ ഇറങ്ങണമെന്ന് ചിന്തിച്ചിട്ടുമില്ല. ആ, കാര്യങ്ങളൊക്കെ ഇനി ശരിയായിട്ട് നടക്കണം. അതിന് എന്ത് വേണമെന്നുള്ള ചിന്തയിലാ ഞാൻ. അമ്പലത്തിൽ വന്നതുകൊണ്ട് മാത്രം കാര്യങ്ങൾ ശരിയാവില്ലല്ലോ ചേച്ചി. ഇപ്പോഴെങ്കിലും പറ്റുന്ന സമയത്ത് വരാം. അയ്യോ വേണ്ട ചേച്ചി, ചേച്ചി ഇങ്ങനെ അപേക്ഷിക്കൊന്നും വേണ്ട. ചേച്ചി പറയുന്നത് എനിക്ക് വേണ്ടിയല്ലേ, എന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. ഞാൻ വരാം, പറ്റുന്ന സമയത്തൊക്കെ വരാം. മൂകാംബികല പ്രസാദാ? അപ്പോ എല്ലാം അങ്ങനെ തന്നെ. എത്രയും വേഗം നമ്മൾ അങ്ങോട്ട് പോകുന്നു അല്ലേ അമ്മേ? അതെ അതെ, അവനൊരു താല്പര്യം പറഞ്ഞത് നമ്മൾ ചെവിക്കൊണ്ടില്ല എന്ന് വേണ്ട. എത്രയും പെട്ടെന്ന് പോവാ, അല്ലേ തമ്പി? അതെ അമ്മേ. അവിടുത്തെ നമ്മുടെ ഗസ്റ്റ് ഹൗസിന്റെ കെയർ ടേക്കർ മുരളി, അവനെ വിളിച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറയാം. ആ, മുരളി ഞാൻ വിളിക്കാം. മുരളി. ഹലോ മാഡം. മുരളി എവിടെയുണ്ട്? ഞാനിവിടെ ഗസ്റ്റ് ഹൗസിൽ തന്നെയുണ്ട് മാഡം. ആ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാ വരുന്നത് മാഡം? വരുന്നത് പിന്നെ പറയാം. ആ, വരുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ആയിക്കോട്ടെ. പിന്നെ വന്നാ 3-4 ദിവസം അവിടെ ഉണ്ടാവും. എല്ലാം ഭംഗിയാക്കണം, മുറികളൊക്കെ സെറ്റ് ആവണം. സെറ്റാണ് മാഡം. പിന്നെ ക്ഷേത്രത്തില് പൂജയോ വഴിപാടോ എന്തെങ്കിലും ബുക്ക് ചെയ്യണോ മാഡം? അമ്മേ, പൂജയോ മറ്റോ ബുക്ക് ചെയ്യണോ? വേണ്ട വേണ്ട, അതൊക്കെ അവിടെ പോയി ചെയ്യാം. മുരളി വേണ്ട കേട്ടോ, അതൊക്കെ അവിടെ വന്നിട്ട് ചെയ്യാം. ശരി മാഡം. ശരി. ആരൊക്കെ അങ്ങോട്ട് പോകുന്നു ഇനിയിപ്പൊ തീരുമാനിക്കണം. തമ്പിയേട്ടനുണ്ടാവണം. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് തമ്പിയേട്ടനാ. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഞാനുണ്ടാവും. അമ്മേ, യാത്ര ചെയ്യാൻ പ്രയാസമില്ലെങ്കിൽ അമ്മ കൂടി വരുന്നതാ നല്ലത്. ഞാൻ എന്തായാലും വരും. യാത്രയ്ക്കൊന്നും എനിക്ക് ഒരു പ്രയാസവും ഇല്ല. എന്റെ കുട്ടിയുടെ കാര്യത്തിന് പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റൂ? അപ്പോ നമ്മള് 3 പേർ, സന്ദീപിനെയും കൂട്ടി 4. ശ്രീലാമ്മേ, ഞാനും വരുന്നു. ശരി, അപ്പൊ 5 പേര്. മൂകാംബിയക്ക് പോവാണെങ്കിൽ മല്ലിക ആന്റിയും കൂട്ടണമെന്ന് ആന്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആന്റിയും കൊണ്ടുപോകണം. നോക്കു വർഷ, യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ പോകുന്നത് തൊഴാനല്ല, ആ കുട്ടിയെ കാണാൻ വേണ്ടിയാ. പിന്നെ അവിടെ ചെന്ന ദേവിയെ തൊഴാതെ മടങ്ങില്ല. അല്ല, ഒരു കല്യാണക്കാരിയെ ഉദ്ദേശിച്ചു പോകുമ്പോ മല്ലിക വേണോ അമ്മേ? അവളും കൂടെ വന്നോട്ടെ ശ്രീകളെ, എന്റെ ഒരേ ഒരു സഹോദരിയല്ലേ. സന്ദീപിന്റെ കല്യാണാലോചന എന്ന് പറയുമ്പോ എനിക്ക് വർഷയുടെ കല്യാണാലോചന പോലെ തന്നെയാ. തടസ്സം പറയണ്ട,
അവളും കൂടി വന്നോട്ടെ. ശരി, തമ്പേട്ടന് അതാണ് അഭിപ്രായമെങ്കിൽ മല്ലികയെ വന്നോട്ടെ. ആ, അപ്പൊ നമ്മൾ 6 പേര് കാറിൽ പോണോ ട്രെയിനിൽ പോണോന്ന് പിന്നെ ആലോചിക്കാം. ആദ്യം പോണ തീയതിയിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. അതെ അതെ, സൗകര്യമുള്ളൊരു തീയതി നിശ്ചയിച്ചിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്താൽ മതി. ജ്ഞാനത്വം ഗുരുപീഠമമ്പയ ഭയം സത്യം ശിവം സുന്ദരം ജ്ഞാനർത്ഥിപ്പൂ സമസ്ത സൂര്യബസിതേ ജാഗ്രത്തിൽ സ്വപ്നത്തിലും സാനന്ദാമൃതവാഗിതീശത അനന്താനന്ദമൂകാംബികേ. ദേവി പ്രണാമം. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, സ്വപ്നത്തിൽ പോലും വാക്കുകളിൽ അധീശത്വവും സ്ഥിരമായ സ്വാധീനതയും യാചിച്ചുകൊണ്ട് എത്രയെത്ര ഭക്തന്മാർ അവിടത്തെ മുന്നിലെത്തുന്നു. മസ്തകജ്ഞാനവും പുസ്തകജ്ഞാനവും രണ്ടാണ് ശതാക്ഷരി. ജന്മനാ തന്നെ കൈവരുന്ന സിദ്ധികൾ, ശീലം കൊണ്ടും ജ്ഞാനം കൊണ്ടും വളർത്തിയെടുക്കുന്ന സിദ്ധികൾ. രണ്ടിനും ദേവിയുടെ കൈത്താങ്ങുണ്ടാവും. കടലിൽ തിരയിളകുന്നത് പോലെ മനസ്സിൽ വാക്കുകൾ നിരന്തരം പ്രവഹിക്കണമെന്നാണ് അക്ഷരം കൊണ്ട് പെരുമാറുന്ന ഓരോരുത്തരും ആശിക്കുന്നത്. ആ ആശകൾക്ക് നാം താങ്ങു നൽകുന്നു. അറിയുന്നുണ്ട് ദേവി, ആചാര്യപാദരുടെ കാലം തൊട്ടേ 1000 ജ്ഞാനികൾ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സിദ്ധി കൈവരിച്ച കഥകൾ ഒരുപാട് അറിയുന്നുണ്ട്. ഇന്നും അതിനൊരു കുറവ് വന്നിട്ടില്ല. ആശ്രയിക്കുന്ന ഏതൊരാൾക്കും ദേവി അഭയമാണ്. അറിവായും അക്ഷരമായും ദേവിയുടെ കാരുണ്യം ആ ഭക്തരിലേക്ക് പകരുന്നു. ആ അനുഗ്രഹത്തിൽ ജ്ഞാനവും കലാസിദ്ധികളും മാത്രമല്ല, വ്യക്തികളുടെ മാനസിക പരിണാമവും കരുതലുണ്ട്. കളവ് കർമ്മവും ജീവിതമാർഗവുമാക്കാൻ നിർബന്ധിക്കപ്പെടുന്ന യുവാവ് സ്വയം അതിന് സന്നദ്ധനല്ലെങ്കിലും പ്രിയപ്പെട്ടവരുടെ സമ്മർദ്ദങ്ങൾ അവനെ അതിന് നിർബന്ധിതനാക്കുന്നു. അവന് ഏത് വിധത്തിലുള്ള പരിവർത്തനമാണ് ദേവി നൽകാൻ പോകുന്നത്? ആദ്യം അവനിൽ ഭക്തിയുണ്ടാവും. ആ ഭക്തിയിൽ നിന്നും സ്നേഹവും, സ്നേഹത്തിലൂടെ നന്മയും നിറയും. ആ നന്മ അവനിലെ തിന്മകളെ പരിഷ്കരിക്കും. അതുവഴി അവൻ നന്മയുള്ള മനുഷ്യർക്ക് ചേരാത്ത ശീലങ്ങളിൽ നിന്നൊക്കെ പിന്തിരിയും. ഇതാണ് അവനിൽ വരുത്തുന്ന പരിവർത്തനം. നമിക്കുന്നു ദേവി. അനന്താനന്ദ മൂകാംബികേ.